ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റവ വെച്ചിട്ട് നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ ഒരു റെസിപ്പിയാണ്. ഇത് നമ്മൾ വാഴയുടെ ഇലയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് റവ 1.5 കപ്പാണ് കേട്ടോ വേണ്ടത്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതാ റവ ഒന്ന് അത്യാവശ്യം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ ശർക്കര ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. 1.5 കപ്പ് റവ എടുത്താൽ തന്നെ അത്യാവശ്യം കൂടുതൽ പലഹാരം ഉണ്ടാക്കാം കേട്ടോ. ഇനി അത്ര വേണ്ടെങ്കിൽ 1 കപ്പ് റവ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.25 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് റവക്ക് 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ വലിച്ചെടുക്കും. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അതായത് ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനിയൊക്കെ ഒന്ന് തയ്യാറാക്കുന്നത് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് റവ നല്ലപോലെ കുതിർന്ന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ അതാ ഇവിടെ നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 3 അച്ച് വലിയ ശർക്കരയും പിന്നെ ചെറിയൊരു പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കുക. ഈ ഒരു അളവിൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ റവയിലൊക്കെ നമ്മൾ പലഹാരം തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം മധുരം വേണം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കൂടെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതാ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും, അടിയിലൊന്നും പിടിക്കില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലായിട്ട് മൂത്ത തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കരുത്. ഒരു പാകത്തിനൊക്കെ ഒരു മൂപ്പുള്ള ഒരു തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരിക്കലും തേങ്ങ കുറവാകരുത്, കൂടിപ്പോയാലും. ഇനി ഈ ശർക്കരപ്പാനിയിൽ തേങ്ങയൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. 1-2 മിനിറ്റോളം ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ശർക്കരപ്പാനിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റവ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആ തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ശർക്കരപ്പാനി തയ്യാറാക്കുമ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. കൂടുതലായിട്ട് വെള്ളം ചേർത്താൽ നമ്മൾ കൂടുതൽ നേരം ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ റവ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് തിളപ്പിച്ചെടുത്തത്, തേങ്ങയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ ഈ റവ ചേർത്ത സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും. ഈ റവ ഇതിൽ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് കട്ട പിടിക്കും. റവ ആയതിൻ്റെ ചൂട് തട്ടുമ്പോൾ തന്നെ കട്ട പിടിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ വറ്റി വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു സ്മെല്ല്, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും. 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഇതുപോലെ ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഇതുപോലെ ആയി കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ മുഴുവനായിട്ട് തണുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ അത് റവയുടെ മിക്സൊക്കെ നല്ലപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ പിടിക്കാൻ പാകത്തിനുള്ള ചൂടാണ് കേട്ടോ. എന്നിട്ട് അതുപോലെ വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. വാഴയിലയിൽ നമ്മൾ അടയൊക്കെ തയ്യാറാക്കുമല്ലോ, അതുപോലെ ഉണ്ട്. പക്ഷേ നമ്മൾ അട തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം തിന്നായിട്ടാണല്ലോ പരത്താറ്. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇത് പകുതിയൊക്കെ വെന്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇനി വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം കട്ടിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ വാഴയിലയിൽ വെക്കുമ്പോൾ ആദ്യം വാഴയില ഒന്ന് ചൂടാക്കി എടുക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവുന്നില്ല. നമ്മൾ ചൂടാക്കാതെ എടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോവും. എന്നിട്ട് ഇതുപോലെ ഒന്നും മടക്കി കൊടുത്താൽ മതി കേട്ടോ.
ഇതാ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. വളരെ പെട്ടെന്നായി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫില്ലിങ്സ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ എല്ലാം കൂടെ മിക്സ് ആക്കിയതുകൊണ്ട് തന്നെ ഫില്ലിങ്സ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതാ ഒന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാഴയില നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് അട ഉണ്ടാക്കണ പോലെ തിന്നായിട്ട് പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതാവുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 കപ്പ് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് ആളുകളുള്ളൂ വെച്ചെങ്കിൽ 1 കപ്പ് റവയ്ക്ക് എടുത്താൽ മതി. റവ വെച്ചിട്ട് നമ്മൾ ഒരുപാട് പലഹാരങ്ങൾ തയ്യാറാക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. നമ്മളിതിൽ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓയിലൊന്നും ഫ്രൈ ചെയ്യുന്നില്ല, ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് 2 ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 എണ്ണമാണ് ഫസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ മടക്കിയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് താഴ്ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ആവി നല്ലപോലെ വരുമല്ലോ, ആ ഒരു ടൈമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വെള്ളമൊക്കെ ചൂടായി വന്ന് അങ്ങനെ ആകുമ്പോൾ കുറച്ച് ടൈം പിടിക്കും. നല്ലപോലെ തിളച്ചതിൻ്റെ ശേഷമാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോഴേക്കും പെട്ടെന്ന് സെറ്റായിട്ട് ഒന്ന് കുക്കായി വരും. അപ്പോൾ ഇതാ മുഴുവനായിട്ടും വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആ തട്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ചൂടുള്ളൂ. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.